ഹായ് നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, പ്രേക്ഷകരുടെ ജാനീമനായ ശരത് സഭ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അകത്തേക്ക് പോകാം. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകണം നിങ്ങൾക്ക് അറിയാണ്ടാണ്. ഇല്ല, ഞാൻ പോകില്ല, ഇവിടെ സേഫ് അല്ല, ഞാൻ പോകില്ല, അത്ര തന്നെ. നാട്ടിലെ വലിയ ഗുണ്ട ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അത് ഭയങ്കര പാഷൻ. എനിക്ക് സ്ത്രീയാവാനും ഇഷ്ടം. എൻ്റെ ഉള്ളിലെ സ്ത്രീ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും കൊണ്ടല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ലവ് എന്ന് പറയുന്നത് ഭയങ്കര അധികാരത്തിലാണ് പറയുന്നത്, എനിക്ക് നിന്നോട് ലവ്. ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്ത് അരുൺ ഡൊമിനിക്കിനോട് ആദ്യം ചോദിച്ചതാണ് മറ്റേ ചിത്രത്തിലെ ലാലേട്ടൻ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും. വെൽക്കം ചേട്ടാ. താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് തരംഗം എന്ന സിനിമയിലൂടെയാണല്ലോ വന്നത്. പക്ഷേ ജാനിമൻ എന്ന സിനിമയിലെ ഡയലോഗിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയത്. അപ്പോൾ ശരിക്കും അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തരംഗത്തിലൂടെയാണ് ഒരു ക്യാരക്ടർ റോള്, കൊമേഴ്ഷ്യൽ സിനിമയിൽ ക്യാരക്ടർ റോള് എന്ന് പറയുന്നത്. തരംഗത്തിന് മുൻപ് പാരലൽ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നല്ലാതെ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ചെറിയ ചെറിയ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുക, അങ്ങനത്തെ രീതിയിലുള്ള ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓഡീഷൻ വഴിയാണ് തരംഗം സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് തരംഗം വഴി മിസ്റ്റർ ആൻഡ് മിസ് റൗഡി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പരിചയപ്പെടുന്നതാണ് ഗണപതിനെ. ഗണപതി വഴിയാണ് ഞാൻ ജാനിമനിൽ എത്തുന്നത്. അപ്പോൾ ജാനിമനിലെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ നമ്മൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതിലുപരി ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസും കോംപ്ലക്സ് ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആ സിനിമയിൽ ആൾക്കാരെ ചിരിപ്പിക്കുന്നതിലുപരി ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു ഫീൽ? ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഡയറക്ടറും ഇവരൊക്കെ പറയുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് സജിയേട്ടനാണ് ഇയാളുടെ റോൾ മോഡൽ എന്നാണ് നമുക്കൊരു ബ്രീഫ് തരുന്നത്. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് വന്നതിന് ശേഷം നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യണമല്ലോ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നൊക്കെ. ആ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി, ഇയാളിപ്പോൾ ഈ പ്രസൻറ്റ് ഈ ഒരു മൊമെൻറ്റിലാണ് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇയാൾ ഏത് വഴിയാണ് എങ്ങനെയാണ് ഈ ഒരു ഇതിലെത്തിയത് എന്നുള്ളതെന്ന് ഒന്ന് ക്ലിയർ ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ക്യാരക്ടർ ഏത് സ്വഭാവക്കാരനാണ് എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റോറി അങ്ങനെ ഞാൻ എല്ലാ ക്യാരക്ടറിനും വർക്ക് ചെയ്യാറുണ്ട്. ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കുക. കൂടുതലും അതിനുള്ള റെഫറൻസും മറ്റു കാര്യങ്ങളൊക്കെ ഡയറക്ടേഴ്സ് തരും. അപ്പം ഈ ജാനമനിലെ ഈ ക്യാരക്ടറിന് അപ്പം ഇയാൾ ഡയറക്ടറൊക്കെ പറയുന്നത് റോൾ മോഡൽ സജിയേട്ടനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇയാൾ റോൾ മോഡൽ എന്തുകൊണ്ടാവും ഇയാൾ ആളുടെ റോൾ മോഡൽ ആവാൻ കാര്യം? അപ്പോൾ ഇയാൾ പാലക്കാട് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ടാണല്ലോ പാലക്കാടൻ സ്ലാങ്. സ്ക്രിപ്റ്റിലുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുമെന്നാണ്. അപ്പോൾ ഇയാളെ റോൾ മോഡലാക്കിയിട്ട് ഇയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് എന്തിനായിരിക്കും ഇപ്പോൾ ആൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യുക. അപ്പം എനിക്ക് അതിയായ ഗുണ്ടയാവണം, നാട്ടിലെ വലിയ ഗുണ്ടയാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അത് ഭയങ്കര പാഷനാണ്. പക്ഷെ എനിക്ക് ചില കാരണങ്ങളാൽ എനിക്കത് കിട്ടുന്നില്ല, നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. അതാണല്ലോ എൻ്റെ ഇൻസെക്യൂരിറ്റി. അപ്പം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടത്തോട്ട് വരുന്നത്. ഇയാളുടേന്ന് വന്നിട്ട് കറകളഞ്ഞൊരു ഗുണ്ടയായിട്ട് നാട്ടിൽ പോയിട്ട് വലസാനുള്ള ഒരു പ്ലാനിലാണ് പുള്ളിയുടെ കൂടെ വന്ന് ചേരുന്നത് എന്നാണ് ഞാൻ ഉണ്ടാക്കുന്ന കഥ. എൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കഥ. ഇയാളുടെ അടുത്ത് വന്നിട്ട് സിൻസിയറായിട്ട് നിൽക്കുക, ഫുള്ളിനെ റോൾ മോഡലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ നമ്മൾ പഠിക്കുക, ഇയാൾ എങ്ങനെയാണ് ആൾക്കാരെ ഒതുക്കുന്നത്, ഇയാൾക്ക് എങ്ങനെയാണ് റെസ്പെക്റ്റ് കിട്ടുന്നത്, ഇയാൾ എന്താ ചില സമയത്ത് പുള്ളിക്ക് കിട്ടാത്ത റെസ്പെക്റ്റ് ഞാൻ ചോദിച്ച് മേടിച്ചു കൊടുക്കുന്നുണ്ട്. സിൻസിയറായിട്ട് ജോലി ചെയ്യുക, 100% നീതി പുലർത്തുന്ന ജോലി ചെയ്യുക, എന്നിട്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ട് അത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സിനിമ എന്ന് പറഞ്ഞാൽ കൊണ്ടൽ സിനിമയിലെ ക്യാരക്ടറാണ്. ലൈക്ക് അതിൽ ചേട്ടന് 2 ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ലൈക്ക് ഇത് ഫുൾ കടലിലായിരുന്നല്ലോ ഷൂട്ട്, പ്ലസ് യുവർ എ ഫെമിനിൻ ടച്ച് ഉള്ള ഒരു ഗുണ്ട, ലൈക്ക് ആ ഒരു ഇതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്? ഈ ബോട്ടില് ലൈക്ക് ആ ബോട്ടിലൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് വോമിറ്റിംഗ് ഒക്കെ വരും. അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഏകദേശം കരയിൽ നിന്നും ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ മുൻപോട്ട് പോകും, കടലിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഏത് ആംഗിൾ വെച്ച് കഴിഞ്ഞാലും കര കാണാൻ പാടില്ലല്ലോ, നടുക്കടൽ ഫീൽ ചെയ്യണം. അപ്പം അവിടെ പോകുന്ന സമയത്ത് ഇത്രയധികം ആൾക്കാരും ഉണ്ട്. പിന്നെ നമ്മൾ ഈ കരവാൻ മറ്റേ തണല് ആ വക പരിപാടികളൊന്നും ബോട്ടിനകത്തില്ല. അപ്പൊ ഫുള്ള് വെയില്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ വെയിലത്ത് ഈ ബോട്ടാണെന്നുണ്ടെങ്കിൽ അനങ്ങാതെ നിൽക്കത്തില്ല ഓളത്തിൽ. അപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു, നോട്ട് ഓൺലി ആക്ടേഴ്സിന് മാത്രമല്ല. ടെക്നിക്കലി അത് ഭയങ്കരമായിട്ടും ഒരു ഇതായിരുന്നു, ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ശ്രൈണ സ്വഭാവം
സാധാരണ ആൾക്കാർ ചെയ്ത ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ ചിലപ്പോൾ സക്സസ് ആവും, പക്ഷെ ചേട്ടൻ ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാ ചെയ്തത്? ഞാനത് അങ്ങനെ ശ്രൈണ സ്വഭാവമുള്ള ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമം ഞാൻ നടത്തിയില്ല. പകരം ഞാനൊരു സ്ത്രീയാണെന്ന് സ്വയം ഓക്കെ എനിക്ക് സ്ത്രീ ആവാനാണ് ഇഷ്ടം, എന്നിട്ട് ഞാൻ സ്ത്രീ എങ്ങനെയായിരിക്കും എന്ന് എൻ്റെ ഉള്ളിലെ സ്ത്രീ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും കൊണ്ടല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞാൻ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള സ്ത്രീകളെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രൈണ സ്വഭാവമുള്ള ആൾക്കാരെ ചെയ്യുന്നതിനേക്കാൾ സ്ത്രീകളെ ഒബ്സർവ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എളുപ്പമായെന്ന് അറിയത്തില്ല. കൊണ്ടല്ല ക്യാരക്ടറിനും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അത്. ആൾ സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു ഇത്രയും കലിപ്പന്മാര് ഇപ്പം ബോട്ടിന്റെ ഓണറാണെന്നുണ്ടെങ്കിലും അതിന്റെ മെയിൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അതിജീവിക്കാൻ അവരുടെ കൂടെ നിന്നേ പറ്റൂ. അപ്പൊ അവിടെയാണ് പെപ്പയുടെ ക്യാരക്ടർ വരുന്നത്. അവരുടെ ഓപ്പോസിറ്റ് ആണ് ഇയാൾ. അപ്പൊ ഇയാൾക്ക് ഈ ഓപ്പോസിറ്റുള്ള ഗ്യാങ്ങിൽ നിന്നേ പറ്റുള്ളൂ. അയാളുടെ അതിജീവനം കൊണ്ട്. അതുകൊണ്ടാണ് മറ്റേതിൻ്റെ കൂടെ ഞാൻ നിൽക്കേണ്ടി വരുന്നുണ്ട്. ചില സമയത്ത് ഞാൻ പെപ്പയുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പോലും ഈ എൻ്റെ വാക്കിൽ നിന്നാണ് പെപ്പയ്ക്ക് ഒരു മെയിൻ ബാക്ക് സ്റ്റോറി കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് എനിക്ക് മേടിക്കേണ്ടി വരും. അപ്പോൾ ഇവരോട് പോലും ഞാൻ ഫേക്ക് ആയിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ലോകയിലെ ഡയറക്ടറായ അരുൺ ഡൊമിനിക് വഴിയാണല്ലോ തരംഗം സിനിമയിലെ ഡയറക്ടറും കൂടിയാണ്. സോ ഇത്രയും വലിയ മൂവിയായ ലോക ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചേട്ടൻ ചെയ്തത്? ഇത് ഇത്രയും വലിയ മൂവിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യണം എന്നതിന് അപ്പുറം എനിക്ക് കുറച്ച് ടാസ്കുള്ളൊരു ക്യാരക്ടറാണ് അത്. കാര്യം കന്നഡ എനിക്ക് തീരെ വശമില്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡും പിന്നെ ഒരു ഫണ്ണും കൂടെ ചേർന്ന് പോകുന്ന ഒരു ലെയറിൽ ചേർന്ന് പോകുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം ആലോചിച്ച സമയത്ത് ഭയങ്കര പേടിയും കാര്യങ്ങളും. പിന്നെ അരുൺ ഡൊമിനിക് തരുന്ന കോൺഫിഡൻസ്, ആളുടെ കൂടെ മുൻപും തരംഗത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആൾ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പുള്ളി നന്നായിട്ട് ഒരു ആക്ടറും കൂടിയാണ് പുള്ളി, നല്ലൊരു ആക്ടറും കൂടിയാണ്. അത് എനിക്ക് തരംഗത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പം ആൾ വിശ്വസിച്ച ആളുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ സെറ്റാക്കി തരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കഥ കേട്ടിട്ട് വരുന്ന സമയത്ത് കന്നഡ എനിക്ക് തീരെ വശമില്ല എന്ന് പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിടിക്കാന്ന് പുള്ളി പറഞ്ഞെങ്കിലും നമ്മളുടേതായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പണിയും എടുക്കണമല്ലോ. നമ്മളെന്ത് പണി എടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ ആവത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കന്നഡ സിനിമകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പേരുകളൊന്നും അറിയില്ല, ഏത് പടം കാണണമെന്നൊന്നും എനിക്കൊന്നും അറിയില്ല. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് കന്നഡ സിനിമകൾ വന്നിട്ട് രണ്ടെണ്ണം കാണാൻ ശ്രമിച്ചെങ്കിലും ഈ പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സ്വഭാവത്തിലുള്ള ഈ ക്യാരക്ടർ മലയാളവും കന്നഡയും ഒരു അപ്പൊ അങ്ങനത്തെ ഒരു റെഫറൻസ് എനിക്ക് എവിടെ നിന്നും കന്നഡ സിനിമകളിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ യൂട്യൂബിൽ വേറെ റിയൽ ഇൻസിഡൻസുകളൊക്കെ, കന്നഡ ന്യൂസ് അങ്ങനത്തെ പരിപാടികൾ, റിയൽ ഇൻസിഡൻസുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും ഒന്നും എനിക്ക് വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം മറ്റേ അർജുന്റെ ഒരു ലോറി വെള്ളത്തിൽ പോകുന്നത് ഇതുണ്ട്, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരു നീന്തൽ വിദഗ്ധൻ, ആള് കന്നഡിയനാണ്, പുള്ളി മലയാളം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ആള് മലയാളമാണെന്ന് കരുതിയിട്ട് പറയുന്ന ചില വേർഡുകൾ തമിഴൊക്കെയാണ്. തമിഴ് പറയുന്നുണ്ട്, കുറച്ച് കന്നഡ പറയുന്നു, അങ്ങനെ ഒരു പരിപാടി. അപ്പം ഇതായിരിക്കും എന്നുള്ളൊരു ഇത് വന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടി പിടിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ലിങ്ക് അരുൺ ഡൊമിനിക്കിന് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ ഇതും കുറേ ഷൂട്ടിനൊക്കെ വളരെ മുൻപാട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ആ പരിപാടികൾ നോക്കി എന്നിട്ടും വിട്ടു. സെറ്റിൽ വരുന്ന സമയത്ത് കന്നഡ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണോ ഡയലോഗ് പറയേണ്ടത്, മലയാളം സ്ക്രിപ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ പറയേണ്ടത് ആ ഇതിലുള്ള വോയിസ് മെസ്സേജുകളായിട്ട് നമുക്ക് ബേസിൽ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ആള് മലയാളിയാണ്, പക്ഷെ അവള് ബാംഗ്ലൂരൊക്കെ കൂടുതൽ വർക്ക് ചെയ്തിട്ട് ആള് ഒരു ഡയറക്ടർ കൂടിയാണ്. ടോബി എന്ന് പറഞ്ഞൊരു കന്നഡ പടം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയായിരുന്നു. അപ്പോൾ ആളുടെ നല്ലൊരു സഹായം ഉണ്ടായിരുന്നു ആ സ്ലാങ് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സ്ലാങ് ആൾ കൃത്യമായിട്ട് നോട്ടായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുക, പിന്നെ ഒരു സാധനം ഒന്ന് കേട്ടിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറുമല്ലോ. അങ്ങനെ ഒരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആള് ഡബ് സമയത്തും ബേസിൽ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആള് കേട്ടിട്ട് ഇത് അപകടം ഇല്ല, നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡബ് സമയത്തും കുറച്ച് കന്നഡ വേർഡുകളൊക്കെ ആ സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ച് കന്നഡ പറയുന്നത് ഡബിന് ആഡ് ചെയ്തിട്ടുള്ളതാണ്.
നല്ലതായിരുന്നു. ഇതൊക്കെ നമുക്ക് ദേഷ്യം വരുന്ന ഒരു വില്ലനായിരുന്നു. ആളുടെ ഒരു ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര ടെറർ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇയാളുടെ ഒരു അനിയൻ എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല പ്രിവിലേജുകളൊക്കെ ഉണ്ടാവും. കാമുകിയോട് പോലും അങ്ങനെയാണ് ആ ഒരു അധികാര ഭാവത്തിൽ തന്നെയാണ് പുള്ളി എല്ലാവരോടും സംസാരിക്കുന്നത്. ആളുടെ പ്രണയം, ലവ് എന്ന് പറയുന്നത് ഭയങ്കര അധികാരത്തിലാണ് പറയുന്നത്. എനിക്ക് നിന്നോട് ലവ്. അപ്പൊ ലോകയില് മരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ ചാപ്റ്റർ 2 വരണം, അല്ലെങ്കിൽ മിസ് ചെയ്യോ, ഇങ്ങനെ വരണം ഉണ്ടോ? ഞാൻ ഈ കഥ കേൾക്കുന്ന സമയത്ത് അരുൺ ഡൊമിനിക്കിനോട് ആദ്യം ചോദിച്ചതാ, മറ്റേ ചിത്രത്തില് ലാലേട്ടൻ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും. പുള്ളി ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പറഞ്ഞോ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കഥ പറയുമ്പോ തന്നെ പുള്ളിക്ക് പറഞ്ഞിരുന്നു ഒരു 4-5 ചാപ്റ്റർ ഉണ്ടാവും, ഇന്ന ചാപ്റ്ററിൽ ഇങ്ങനെയായിരിക്കും പരിപാടിയൊക്കെ എന്നൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കൊല്ലാതിരിക്കാൻ പറ്റുമോ അങ്ങനെ. അത് നല്ലൊരു വിഷമമുണ്ട് അത്. പക്ഷെ ഇത് നല്ലൊരു ഓപ്പണിങ്, ഇതിന്റെ ഭാഗമായിട്ട് തുടരാൻ പറ്റിയില്ലെങ്കിലും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു ഓപ്പണിങ് എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ ഇത് എന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ +2 കഴിഞ്ഞ് നാടകം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഡ്രാമ സ്കൂളിലോട്ട് പോകുന്നത്. തൃശ്ശൂര് ജോൺ മത്തായി സെന്ററിന് ഉള്ള ഡ്രാമ സ്കൂൾ. ഞാൻ അതുവരെ ചെയ്തിട്ടുള്ളത് സ്കൂൾ നാടകങ്ങളാണ്. സ്കൂൾ നാടകങ്ങളിൽ നിന്ന് ചെയ്തിട്ടുള്ള അഭിനയ രീതിയെ അല്ലായിരുന്നു ഞാൻ ഡ്രാമ സ്കൂളിൽ പോയ സമയത്ത് അവിടെ കാണുന്നതും അവിടെ പരിശീലിക്കുന്നതും. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള, ഇപ്പൊ ഞാൻ ഒരുപക്ഷെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വരാതെയാണ് ഈ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഔട്ടേ ആയിരിക്കത്തില്ല. നമ്മൾ ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് അത് നമ്മൾ എങ്ങനെ ക്യാരക്ടറിലോട്ട് എത്തണം എന്നുള്ള പല എക്സസൈസുകളും പരിപാടികളൊക്കെ ഡ്രാമ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു പരിണിത ഫലം ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് തോന്നുന്നല്ല, അങ്ങനെ തന്നെയാണ്. പണ്ട് തൊട്ടേ പാഷനേറ്റ് ആയിരുന്നു ഇങ്ങനെ സിനിമയിലേക്ക് വരണം, നടനാവണം? പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയിലെ കണ്ടു തുടങ്ങുന്നത് ഡ്രാമ സ്കൂൾ പഠനം സമയത്താണ്. അവിടെ നിന്ന് നമുക്ക് സിനിമ പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ കിട്ടുന്നു. അപ്പം സുഹൃത്തുക്കളെ പോലെ എനിക്ക് സിനിമ എന്ന് പറഞ്ഞ ഇഷ്ടമുള്ള ഒരു മേഖല തന്നെ ആയിരുന്നു. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ പാഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ എല്ലാരും കാണുന്ന പോലെ അയ്യോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ, മറ്റേ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കൊരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ട്. ചിലപ്പോ നമ്മൾ ന്യൂസ് പേപ്പറിന്നൊക്കെ ആ സമയത്ത് 13 വയസ്സുള്ള കുട്ടികളെ ആവശ്യമുണ്ട്, സീരിയൽ ഇന്ന സിനിമ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനത്തെ ന്യൂസ് നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ അമ്മായിയുടെ വീട്ടിൽ അന്ന് ഫോണുണ്ട്. അപ്പൊ വിരുന്ന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ ഈ നമ്പറിലോട്ട് കോൾ റിങ് തന്നെ അവിടെ വെക്കും. പക്ഷെ അതങ്ങനെ ഈ പാഷൻ പോലെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അഭിനയം ഇഷ്ടമായിരുന്നു. നാടകങ്ങളിലൊക്കെ പിന്നെ ഞാൻ വേറെ ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് നാടകം ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, വേറെ ഏത് ആക്ടിവിറ്റിയിലും കിട്ടാത്തൊരു അഭിനന്ദനവും പരിപാടികളും ഈ നാടകത്തിൽ നിന്നും അഭിനയത്തിനും കിട്ടുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റവും, ആ മാറ്റം തന്നെയാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത്. പഠനത്തിന്റെ കാര്യത്തിലോ വേറെ സ്പോർട്സ് ആക്ടിവിറ്റികളിലോ, കവിതാ രചന, കഥാരചന, പ്രസംഗം, മറ്റേ പരിപാടി, എല്ലാ പരിപാടികളിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ക്വിസ് മത്സരത്തിന് പോയിട്ടുണ്ട്. ഇല്ല, ഇതൊക്കെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്പൊ ഈ പരിപാടികൾ എല്ലാത്തിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ആദ്യമായിട്ടൊരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു 6ാം ക്ലാസ് കുട്ടിക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടുന്നൊരു സ്പേസ് ആൾക്ക് ആ ഒരു മൊമെന്റ് ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടിക്ക് തോന്നാവുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി എല്ലാ വർഷവും നാടകങ്ങളിൽ അഭിനയിക്കണം. ആ വർഷം തന്നെ ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു. 6ാം ക്ലാസ്സിൽ തന്നെ സ്കൂളിൽ നിന്ന് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു, സബ് ജില്ലയിൽ നിന്ന് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു. ജില്ലയിൽ പോയിട്ടൊന്നും കിട്ടുന്നില്ല. എന്നാലും നമുക്ക് കിട്ടിയ സന്തോഷങ്ങളുണ്ടല്ലോ, ആ സന്തോഷങ്ങൾ വെച്ച് അടുത്ത വർഷവും നാടകത്തിന് ചെയ്യാൻ പ്രേരണ ഉണ്ടാകുന്നു. അങ്ങനെ ഞാനൊരു +2 വരെയും നാടകങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ തുടരുകയും. അപ്പൊ എൻ്റെ ഒരു ഏട്ടന് ഫൈൻ ആർട്സ് കോളേജിൽ വരയ്ക്കുന്നതിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു. ആള് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് വേറെ നമ്മുടെ കസിൻസ് ആരൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ആൾക്ക് അഡ്മിഷൻ വന്ന സമയത്ത് പുള്ളിക്ക് അതങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ആ സമയത്ത് പുള്ളിക്ക് നന്നായി വരയ്ക്കാൻ അറിയാലോ, എന്നിട്ട് ആൾക്ക് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടല്ലോ, ഞാനും അത്യാവശ്യം തിരക്കേടില്ലാതെ അഭിനയിക്കുന്നുണ്ടല്ലോ, അഭിനയം പഠിപ്പിക്കുന്ന ഒരു കോളേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ആ കുഞ്ഞു പ്രായത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ +2 കഴിയുന്ന സമയത്ത് എനിക്ക് ഡ്രാമ സ്കൂളെ കുറിച്ച് അറിയില്ലായിരുന്നു.
ഒരു സാഹചര്യത്തിൽ എന്താണ് നാളെയാണ് അഡ്മിഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് എന്നൊരു മൊമെന്റിലുള്ള ഒരു പത്രവാർത്തയാണ് ഞാൻ കാണുന്നത് തലേ ദിവസം. അപ്പൊ തന്നെ ഞാൻ അടുത്ത ദിവസം പോയി സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ സംസാരിച്ച് പോയിട്ട് കൊടുക്കുന്ന സമയത്ത് ഡ്രാമ സ്കൂളിനെ കുറിച്ച് എനിക്ക് ഒരു അറിവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലേകളിലൂടെ നമ്മൾ ഇതുവരെ സ്കൂൾ നാടകങ്ങളിൽ ചെയ്തിട്ടുള്ള പരിപാടിയല്ല, വേറൊരു ഇപ്പോൾ നമ്മൾ സ്കൂൾ അമ്പലപ്പറമ്പിൽ കണ്ടിട്ടുള്ള പ്രൊഫഷണൽ നാടകങ്ങളോ ബാലയോ ഇതൊന്നും അല്ലാതെ അമേച്ചർ നാടകം എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടെന്നും ഇത്ര വിശാലമായിട്ടുള്ളൊരു ഏരിയ ഉണ്ടെന്ന് അറിയുന്നതും പഠിക്കുന്നതൊക്കെ അവിടെ ചെന്നതിന് ശേഷമാണ്. അതെന്നെ എന്തായാലും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയായ നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്, അപ്പോൾ അതിൽ ചേട്ടൻ്റെ ക്യാരക്ടർ എന്താണ്, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? ആദ്യം ആ ക്യാരക്ടർ പറയുന്നതിന് മുൻപ് ആ ക്യാരക്ടർ നിൽക്കുന്ന സ്പേസിനെ കുറിച്ച് പറയണം. നെല്ലിക്കാംപൊയിൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാങ്കല്പിക ഗ്രാമം. ഈ ഗ്രാമം തമിഴ്നാടും കേരളവും കൂടെ അതിർത്തി പങ്കിടുന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അത് എവിടെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ഒരു സാങ്കല്പിക ഗ്രാമം മാത്രമാണ്. പക്ഷെ ഇവിടെ കുടിയേറി താമസിച്ച പല സ്ഥലങ്ങളിൽ നിന്ന് കൃഷിക്കായിട്ട് വേണ്ടി കുടിയേറി താമസിച്ചിട്ടുള്ള പലതരത്തിലുള്ള ആൾക്കാരുകളും പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും പലതരത്തിലുള്ള കഥകളും എല്ലാം കൂടി ചേർന്ന് ഒരു അവിയൽ പരുവത്തിൽ കിടക്കുന്ന ഒരു ഗ്രാമമാണ് നെല്ലിക്കാംപൊയിൽ എന്ന് പറഞ്ഞുള്ളൊരു ഗ്രാമം. രാജേഷ് എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. പുള്ളി കൂടുതലും സ്പെൻഡ് ചെയ്യുന്നതും കൂടുതൽ ഇടപഴകുന്നതും അവരുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ്. അവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന സമയത്ത് അവനേക്കാൾ പ്രായം കുറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഇപ്പൊ നമ്മള് സാധാരണ ഗ്യാങ്ങുകളിൽ അങ്ങനെ ഒരു ചേട്ടനെ പോലൊരു ആളിനെ കാണാവുന്നതാണ്. ആ ചേട്ടനെ അവർക്ക് ചിലപ്പം എല്ലാ കാര്യത്തിനും ഏട്ടൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് എടാ ചേട്ടാന്നുള്ള വിളി മാറിയിട്ട് എടാ പോടാ നീ പറയുന്ന അങ്ങനത്തെ ഒരു ടോണിലോട്ട് മാറണം. പിന്നെ തെറി വിളിക്കാനടക്കം സ്വാതന്ത്ര്യമുള്ള ഒരു ചേട്ടൻ എന്നാൽ പിന്നെ ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വപ്നങ്ങളോ എന്നാ ലൈഫിൽ ഇന്നവിടെ എത്തണം, ഇന്ന ജോലി കിട്ടണം, അങ്ങനത്തെ ഒരു ലക്ഷ്യമേ ഇല്ലാത്ത ജീവിതത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകുന്ന നാട്ടിൻപുറത്ത് എല്ലാം കാണുന്ന തരത്തില് കൂടുതലും പൈസയുടെ കാര്യങ്ങൾ അമ്മയുടെ തൊഴിലുറപ്പ് പണിയായിരിക്കും ആശ്രയിക്കുന്നുണ്ടാവുക. ചില കാര്യങ്ങളൊക്കെ അമ്മയുടെ മാല പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഞാനൊരു ഓട്ടോ മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇയാള് അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ പണിയില്ലാത്തവൻ അങ്ങനത്തെ ഒരു ഇത് കൊടുക്കാൻ താല്പര്യമില്ല. അത് എനിക്ക് സ്വന്തമായിട്ട് ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും ഉണ്ട് പുള്ളിക്ക്. എന്നാൽ പിന്നെ അയാൾ ഓട്ടം ഓടിച്ചിട്ടാണോ അതിജീവനം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല, എന്നേക്കാൾ കൂടുതൽ ആ ഓട്ടം ഓടിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്, അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്. സൗഹൃദങ്ങൾക്ക് ഭയങ്കര ഇത് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എന്താവശ്യത്തിനും ജീവൻ വരെ കൊടുത്ത് നിൽക്കാൻ ഹെൽപ്പുള്ള നിൽക്കുന്ന ഒരു സ്നേഹസമ്പന്നനായ ഒരു ചേട്ടൻ സുഹൃത്താണ്. അപ്പൊ സിനിമ അടിപൊളി ഹിറ്റ് ആവട്ടെ, ഇനിയും പുതിയ പുതിയ റൂൾസ് വരട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മളൊപ്പം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. അപ്പോൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു.